ശാസ്ത്രം എത്രയൊക്കെ വളർന്നു എന്ന് പറഞ്ഞാലും ഇന്നും മിസ്റ്ററി ആയിട്ട് തുടരുന്ന ഒരു റെയിൻ ഫോറസ്റ്റ് ആണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ഇന്നും ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ കണ്ടെത്താൻ ശാസ്ത്രജ്ഞനായിട്ടില്ല. ഏറെക്കുറെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇനിയും കണ്ടെത്താൻ കുറേയും ബാക്കിയാണ് ഇവിടം. വെൽക്കം ബാക്ക് എസ് ഓഫ് ഇൻഫോ. നമുക്കൊന്ന് ആമസോൺ റെയിൻ ഫോറസ്റ്റ് വരെ പോയിട്ട് വരാം. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മഴക്കാടാണ് ആമസോൺ. ഇത് തെക്കേ അമേരിക്കയിലെ 9 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. ആമസോൺ മഴക്കാടുകളിൽ എണ്ണിയാൽ തീരാത്തത്ര രഹസ്യങ്ങളും അപൂർവ ഇനം ജീവികളും ഇതുവരെയും കണ്ടെത്താത്ത മരുന്നുകളും അടങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഓക്സിജന്റെ ഏകദേശം 20% ഉൽപ്പാദിപ്പിക്കുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്. മാത്രവുമല്ല ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളിൽ പെട്ട ഒരു റെയിൻ ഫോറസ്റ്റ് ആണ് ഇത്. 390 ബില്യൺ മരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിനുള്ളിൽ നമ്മൾ അകപ്പെട്ടു പോവുകയാണെങ്കിൽ പിന്നീട് ഒരു തിരിച്ചുവരവ് അത് അസാധ്യം തന്നെയാണ്. കോടിക്കണക്കിന് ഏക്കറുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ വനം ലോകത്തിലെ ഏറ്റവും വലിയ വനങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇത്രയും നിഗൂഢതകളൊക്കെ ഒളിപ്പിച്ചു വെക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇതിന്റെ വലുപ്പം തന്നെയാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനും ഇറങ്ങാൻ ഒരിക്കലും ചിന്തിച്ചു നോക്കുക കൂടിയില്ല. ആളുകളെ അമ്പരിപ്പിക്കുന്ന നിരവധി കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട്. ഈ റെയിൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ എപ്പോഴും വെള്ളം തിളച്ചു മറിയുന്ന ഒരു നദിയുണ്ട്. ആരെങ്കിലും അബദ്ധത്തിൽ അതിലെ വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ അയാളുടെ മരണം ഏതാണ്ട് ഉറപ്പാണ്. ഏകദേശം 1 കിലോമീറ്റർ വരെ നീളമുള്ള ഈ നദിയിലെ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ചായ വരെ ചൂടാക്കാൻ പറ്റും. അതിലെ വെള്ളം തിളച്ചു മറിയുന്നതിനുള്ള കാരണം ഇപ്പോഴും ശാസ്ത്ര ലോകത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത് മാത്രമല്ല മനുഷ്യനെ കൊല്ലുന്ന പ്രാണികൾ വരെ ഇതിനകത്തുണ്ട്. അനക്കൊണ്ടയെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിരിക്കണം. ആമസോൺ കാടുകളിലെ നദികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭീമൻ പാമ്പുകളാണ് ഇവ. ഇതുകൂടാതെ തന്നെ പിരാന പോലുള്ള അപകടകരമായിട്ടുള്ള മത്സ്യങ്ങളും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഈൽ മത്സ്യങ്ങളും ഈ നദികളിൽ കാണപ്പെടുന്നുണ്ട്. പലതരം മാരക രോഗങ്ങളും പരത്തുന്ന വാമ്പയർ വവ്വാലുകളും ഈ വനത്തിൽ കാണപ്പെടുന്നു. ഈ വനത്തിലേക്ക് പോകുന്നത് മരണത്തിന്റെ വായിൽ പോകുന്നത് പോലെയാണ്. ഈ റെയിൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഭീമാകാരമായിട്ടുള്ള പച്ച ആനക്കൊണ്ടയേക്കാൾ ഭയാനകമായിട്ടുള്ള മറ്റൊന്നും തന്നെയില്ല. 30 അടിയിലധികം നീളവും 500 പൗണ്ടിൽ കൂടുതൽ ഭാരവുമുള്ള ഇവ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പാണ്. വെള്ളത്തിൽ അവ പ്രത്യേകിച്ച് ചടുലവും ഒളിഞ്ഞും തെളിഞ്ഞും ഇരിക്കുന്നു. കൂടാതെ ജാഗ്വറുകൾ, കൈമാൻ, ആമകൾ, കാട്ടുപന്നികൾ, മാൻ, മനുഷ്യർ എന്നിവയുൾപ്പെടെ തങ്ങൾക്ക് ആക്രമിക്കാനും കീഴടക്കാനും കഴിയുന്ന എന്തിനേയും കാത്ത് ആമസോൺ നദിയിൽ പതിഞ്ഞിരിക്കുന്നവരാണ് ഇവർ. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കാണപ്പെടുന്ന മത്സ്യവർഗത്തിൽപ്പെടുന്ന ആളാണ് ചുവന്ന വയറുള്ള പിരാന. ചുറ്റുമുള്ള മീനുകളുടെ അസ്ഥികളിൽ നിന്ന് എല്ലാ മാംസവും പറിച്ചെടുത്ത് കഴിക്കുന്ന ഇവർക്ക് മനുഷ്യനെ ആക്രമിക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഇലക്ട്രിസിറ്റി പുറപ്പെടുവിപ്പിക്കുന്ന ഒരു ഈൽ ഫിഷ്. ഈ ഞെട്ടിക്കുന്ന ജീവിക്ക് അതിന്റെ ഇലക്ട്രോസൈറ്റ് കോശങ്ങളിലൂടെ 600 വോൾട്ട് വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സെന്റിപീഡ് ഉള്ളത് ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ ഉള്ളിലാണ്. 30 സെന്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്നതും കുറഞ്ഞത് 46 കാലുകളും ഉണ്ട് ഇവർക്ക്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള സ്രാവുകളുടെ ആവാസ കേന്ദ്ര സ്ഥലമാണ് ആമസോൺ. ബുൾസ്രാവ് വളരെ വലുതും വളരെ ഭാരമുള്ളതുമാണ്. ശുദ്ധജലത്തിന്റെയും അന്തരീക്ഷവുമായിട്ട് പൊരുത്തപ്പെടാൻ ഇവർക്ക് കഴിവുണ്ട്. ആമസോണിലെ ദിനോസർ മത്സ്യം എന്ന് വിളിപ്പേരുള്ള അരാപ്പൈമ ലോകത്തിലെ ഏറ്റവും വലിയ മാംസഭോജിയായ ശുദ്ധജല മത്സ്യങ്ങളിൽ ഒന്നാണ്. ഇങ്ങനെ തുടങ്ങി നിരവധി ജീവജാലങ്ങൾ നമുക്ക് അത്ഭുതവും പേടിയും തന്ന് അതിന്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട്. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ആമസോണിലെ മൃഗങ്ങളെ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിരവധി വിഷാംശമുള്ള മരങ്ങളും ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ ഉള്ളിലുണ്ട്. ട്രൈഗ്നോസും ക്യൂറയും കുപ്രസിദ്ധമായിട്ടുള്ള വിഷമുള്ള 2 ആമസോണിയൻ സസ്യങ്ങളാണ്. അബദ്ധവശാൽ ഇതെങ്ങാനും നമ്മുടെ രക്തത്തിൽ സ്പർശിക്കുകയാണെങ്കിൽ നമ്മൾ ശ്വാസം മുട്ടി കൊലപ്പെടുക വരെ ചെയ്യും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന്റെ ഉള്ളിൽ ഏതെങ്കിലും മനുഷ്യർക്ക് താമസിക്കാൻ പറ്റുമോ എന്ന്. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ നിരവധി ഗോത്രവർഗ്ഗങ്ങൾ അതിന്റെ ഉള്ളിൽ താമസിക്കുന്നു എന്നുള്ളതാണ്. വില്ലും അമ്പും ഏന്തിയ സമ്പർക്കമില്ലാത്ത ഗോത്രവർഗ്ഗങ്ങൾ. തെക്കേ അമേരിക്കയിൽ ഇപ്പോഴും സമ്പർക്കമില്ലാത്ത ചില ഗോത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവരിൽ മിക്കവാറും എല്ലാവരും തന്നെ ആമസോണിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗങ്ങളിലാണ് താമസിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നദികളിൽ 2ാം സ്ഥാനമുള്ളത് ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന ആമസോൺ റിവറിനാണ്. എന്തുകൊണ്ടായിരിക്കും ഈ നദിക്ക് കുറുകെ പാലങ്ങൾ ഇല്ലാത്തത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആമസോൺ നദിയിൽ പാലങ്ങൾ ഇല്ലാത്തതിന് പ്രധാന കാരണം നദിക്ക് കുറുകെ നിർമ്മാണം നടത്താനുള്ള പ്രയാസവും അതുപോലെ ജനസാന്ദ്രത കുറഞ്ഞതുമാണ്. മഴക്കാലത്ത് നദിയുടെ വീതിയും ആഴവും വർദ്ധിക്കുന്നതും നദീതീരത്തെ മൃദുലമായിട്ടുള്ള മണ്ണ് തുടർച്ചയായിട്ട് ഇടിഞ്ഞു വീഴുന്നതും നിർമ്മാണം ദുഷ്കരമാക്കുന്നു. ആമസോൺ മഴക്കാടുകളിൽ ജനസംഖ്യ വളരെ കുറവാണ്. നദിയുടെ തീരങ്ങളിൽ പ്രധാന നഗരങ്ങൾ അല്ലാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് റോഡുകൾ ഇല്ല. നദി തന്നെയാണ് പ്രധാന യാത്രാമാർഗം. അതിനാൽ ഫെറി സർവീസുകൾ ലഭ്യമായതിനാൽ പാലങ്ങളുടെ ആവശ്യം നിലവിലില്ല. ദൂരെ നിന്ന് നോക്കുമ്പോൾ ആമസോൺ വനം പച്ചപ്പ് നിറഞ്ഞതും മനോഹരവുമാണെന്ന് തോന്നുന്നുവെങ്കിലും ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ അത് അപകടകരമാണ്. മനുഷ്യനെ നിമിഷ നേരം കൊണ്ട് കൊല്ലാൻ കഴിയുന്ന നിരവധി മരങ്ങളും ചെടികളും മൃഗങ്ങളും ഈ കാട്ടിലുണ്ട്. ഇരുണ്ടുമൂടി വനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അനേകം സ്ഥലങ്ങളുണ്ട്. അവിടേക്കൊക്കെ ഈ അപകടകാരികളായിട്ടുള്ള ജീവജാലങ്ങളെ മറികടന്നെത്താൻ ജനങ്ങൾക്ക് ധൈര്യമില്ല. അതുകൊണ്ടാണ് ഇന്നും മുഴുവനായിട്ട് ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ കുറിച്ചിട്ട് പഠിക്കാൻ സാധിക്കാത്തത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട.